എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതും, ഏത് കോട്ടയിലാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്തത്, ആ ഒരു അലോട്ട്മെൻറ്റിൽ ലഭിച്ച അഡ്മിഷൻ നേടാതെ ആ ഒരു സീറ്റ് ഏത് കോട്ടയിലാണ്, ആ ഒരു കോട്ടയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൽ നിന്നും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പുറത്താക്കപ്പെടും. എന്നാൽ നിങ്ങൾക്ക് പുതുതായിട്ട്, അതായത് ഇപ്പോൾ മെറിറ്റ് കോട്ടയിൽ മാത്രമേ കിട്ടിയുള്ളൂ, നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഒന്നിലധികം ഓപ്ഷനുകളിൽ അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്കൂൾ ഏതാണോ അല്ലെങ്കിൽ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ അവസാനിക്കുന്നത് നാളെ വൈകുന്നേരം വരെയാണ്. അതായത് ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കാവും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടാവുക. ഹയർ സെക്കൻഡറി ആണെങ്കിൽ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ഏത് കോട്ടയിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ്റെ ആ ഒരു സീറ്റിൽ നിന്നാണോ നിങ്ങൾ അതിൽ അഡ്മിഷൻ നേടാതിരിക്കുന്നത്, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും, അതുകൂടാതെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡോ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോവുക. അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതാണ് കിട്ടാത്തതെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോവുക. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.